വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് കേസിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി നടൻ ജയസൂര്യ. നുണപ്രചാരണം മാധ്യമധർമ്മമാകുമ്പോൾ എന്ന തലക്കെട്ടിലാണ് ജയസൂര്യയും ഭാര്യ സരിതയും പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈയിടെ തനിക്ക് വീണ്ടും സമൻസ് അയച്ചു. ജനുവരി 7-ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നുള്ള നുണപ്രചാരണം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് താൻ. ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ ഈ നിമിഷം വരെ തനിക്കോ ഭാര്യയ്ക്കോ ഇഡി വീണ്ടും സമൻസ് അയച്ചിട്ടില്ലെന്നും ലഭിച്ച സമൻസിന് താൻ ഹാജരായെന്നും ജയസൂര്യ വ്യക്തമാക്കി. പരസ്യ ആവശ്യങ്ങൾക്കും മറ്റും സമീപിക്കുന്നവർ നാളെ എന്തെല്ലാം തട്ടിപ്പ് നടത്തുമെന്ന് നമുക്ക് ഊഹിക്കാനാകുമോ എന്നും ജയസൂര്യ ചോദിച്ചു. വാർത്തകൾ വസ്തുനിഷ്ഠമായി ജനങ്ങളിൽ എത്തിക്കാൻ ബാധ്യസ്ഥരായ മാധ്യമങ്ങൾ ഈ വിധം അധപതിക്കുന്നത് കാണുമ്പോൾ സഹതപിക്കുകയേ നിർവാഹമുള്ളൂ എന്നും അദ്ദേഹം കുറിച്ചു. മാധ്യമങ്ങൾ നുണ വിളമ്പുന്ന കാലം എന്താല്ലേ എന്ന വാചകത്തോടെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആപ്പ് തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതിക് റഹ്മാന്റെ കമ്പനികളിൽ നിന്നും 1 കോടിയോളം രൂപ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇഡിയുടെ നടപടി. എന്നാൽ ഈ പണം താൻ ബ്രാൻഡ് അംബാസഡർ ആയതിനാലുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂര്യയുടെ മൊഴി. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് കേസിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് നടൻ ജയസൂര്യ. നുണപ്രചാരണം മാധ്യമധർമ്മമാകുമ്പോൾ എന്ന ഒരു തലക്കെട്ടോടൊക്കെയാണ് ജയസൂര്യയും ഭാര്യ സരിതയും ഇത്തരത്തിലൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈട് തനിക്ക് വീണ്ടും സമൻസ് അയച്ചു എന്നും ജനുവരി 7-ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള നുണപ്രചരണം കണ്ട് താനും ഭാര്യയും ഒക്കെ അന്തം വിട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പറയുന്നത്. ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ ഈ നിമിഷം വരെ തനിക്കോ തൻ്റെ ഭാര്യയ്ക്കോ ഇഡി വീണ്ടും സമൻസ് അയച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലഭിച്ച സമൻസിന് താൻ ഹാജരായെന്നും ജയസൂര്യ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്യ ആവശ്യങ്ങൾക്കും മറ്റും നമ്മളെ സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ തട്ടിപ്പ് നടത്തുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് ജയസൂര്യ ചോദിക്കുന്നത്. വാർത്തകൾ വസ്തുനിഷ്ഠമായ ജനങ്ങളിൽ എത്തിക്കാൻ ബാധ്യസ്ഥരായ മാധ്യമങ്ങൾ ജീവിതം അധപതിക്കുന്നത് കാണുമ്പോൾ സഹതപിക്കുകയേ നിർവാഹമുള്ളൂ എന്നാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നത്. മാധ്യമങ്ങൾ നുണ വിളമ്പുന്ന കാലം ആണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു വാചകത്തോടെയാണ് ഈ ഒരു പോസ്റ്റിലെ കുറിപ്പ് അവസാനിക്കുന്നത്. ആപ്പ് തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതിക് റഹ്മാന്റെ കമ്പനികളിൽ നിന്നും 1 കോടിയോളം രൂപ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇഡി ഇത്തരത്തിലൊരു നടപടിയെടുത്തത്. എന്നാൽ ഈ പണം താൻ ബ്രാൻഡ് അംബാസഡർ ആയതിനാലുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂര്യയുടെ മൊഴി. എന്തായാലും മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വലിയ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് ഇഡി വീണ്ടും സമൻസ് അയച്ചിട്ടില്ലെന്നും അയച്ച സമൻസിൽ താൻ ഹാജരായെന്നൊക്കെയാണ് ജയസൂര്യ തന്റെ പോസ്റ്റിലൂടെ പറയുന്നത്.